Good morning, students. The next method, stepping stone method. So, the calculation of optimum solution in the transportation problem, mainly two methods are used. First, then this we have already discussed the Modi method. Second, stepping stone method. Stepping stone method is an interactive technique for moving from an initial feasible solution to an optimum feasible solution. Actually it is a technique of interacting technique for moving from an initial feasible solution to an optimum feasible solution. Initial feasible solution നിന്ന് നമുക്കൊരു optimum feasible solutionലേക്ക് എത്താനുള്ള ഒരു interactive technique ആണ് actually എന്ന് പറയുന്നത് stepping stone method. Different steps of calculation of stepping stone method. First, preparation a transportation table. നമുക്ക് ആദ്യം എന്ത് പ്രിപ്പയർ ചെയ്യണം? ഒരു ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ പ്രിപ്പയർ ചെയ്യണം. സെക്കൻഡ്, ഡിറ്റർമിൻ an initial basic feasible solution by using NWCR, LCM or VAM. Determining an initial feasible solution. നമ്മൾ ആദ്യം ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ പ്രിപ്പയർ ചെയ്യും. രണ്ടാമത്തത് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് 3 മെത്തേഡിലൂടെയാണ്. നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്, ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ മെട്രിക്സ് മിനിമം മെത്തേഡ് അല്ലെങ്കിൽ മിനിമം മെട്രിക്സ് മെത്തേഡ്, ദെൻ തേർഡ് മെത്തേഡ് വോൾഗേഴ്സ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഓർ വാം മെത്തേഡ്. ഇങ്ങനെ 3 മെത്തേഡിലൂടെയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. The third, make sure that number of occupied cell is exactly equal to m plus n minus 1. നമ്മൾ മൂന്നാമത് ചെയ്യുന്ന എന്തായിരുന്നു? നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് സെല്ല് എക്സാക്ട്ലി ഈക്വൽ ആണോ നോക്കും. എങ്ങനെ? m plus n minus 1 കോളവും റോവും ആഡ് ചെയ്തിട്ട് -1 6 ആണോ കിട്ടുന്നതെന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ നോക്കും. നെക്സ്റ്റ്, ബീയിങ് വിത്ത് അൺയൂസ്ഡ് സെൽ ടു ബി ഇവാലുവേറ്റഡ്. Trace a path that form a closed loop using only used cells as corner. നമ്മളിതിനെ കുറച്ച് കൂടി സ്ട്രക്ചറൽ ഫോമാറ്റിലേക്ക് മാറ്റാണ്. ബീയിങ് ഫ്രം അൺയൂസ്ഡ് സെൽ, നമ്മൾ യൂസ് ചെയ്യാത്ത സെല്ല്, നമ്മൾ അലോട്ട് ചെയ്യാത്ത സെല്ലിൽ ടു ബി ഇവാലുവേറ്റ് ചെയ്യും. എങ്ങനെ? ട്രേസ് എ പാത്ത്, ഒരു വഴി കണ്ടുപിടിക്കാണ്ട് ഒരു പാത്ത് ഉണ്ടാക്കും. ദാറ്റ് ഫോംസ് എ ക്ലോസ്ഡ് അപ്പ് യൂസിങ് ഓൺലി യൂസ് സെൽസ് ആസ് എ കോർണർ. ഓരോ സെൽസ് കോർണറിലും യൂസ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്ലോസ്ഡ് ലൂപ്പ് പാത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഫിഫ്ത്ത്, അസൈൻ പോസിറ്റീവ് സൈൻ ടു ദി അൺയൂസ്ഡ് സെൽ ബീയിങ് ഇവാലുവേറ്റഡ് ആൻഡ് ദെൻ alternately assign minus sign and positive sign on each of remaining corner of loops. അപ്പം നമ്മൾ പോസിറ്റീവ് സൈനെ അൺയൂസ്ഡ് സെല്ലിൻ്റെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അസൈൻ ചെയ്യും. കൂടാതെ മൈനസ് സൈനും പോസിറ്റീവ് സൈനും ഈച്ച് ഓഫ് റിമൈനിങ് കോർണേഴ്സ് ഓഫ് ലൂപ്പിൽ റിമൈനിങ് കോർണേഴ്സിൻ്റെ ഓരോന്നിനും പോസിറ്റീവ് സൈനും മൈനസ് സൈനും നമ്മൾ എന്ത് ചെയ്യും? അലോട്ട് ചെയ്യും. നെക്സ്റ്റ്, സിക്സ്ത്, കാൽക്കുലേറ്റ് ദ നെറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് unused cell by adding the per unit cost of all cells containing a plus sign and subtracting the minus sign. Calculate the net contribution of unused cell. ഉപയോഗിക്കാത്ത സെല്ലിലെ നെറ്റ് കോൺട്രിബ്യൂഷൻ നമ്മൾ ചെയ്യണം. എങ്ങനെ? ബൈ ആഡിങ് per unit cost of all cells containing plus sign. പ്ലസ് സൈൻ ആണെങ്കിൽ ബൈ ആഡ് ചെയ്യണം. ഓരോ per unit കോസ്റ്റിനോടും പ്ലസ് സൈൻ ആണെങ്കിൽ ആഡ് ചെയ്യുക. Then subtracting the per unit cell of containing minus sign. മൈനസ് സൈൻ ആണെങ്കിൽ അത് അതിനകത്ത് നിന്ന് എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക per unit cost. നെറ്റ് കോൺട്രിബ്യൂഷൻ വാല്യൂ മേ ബി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓർ സീറോ. നെറ്റ് കോൺട്രിബ്യൂഷൻ വാല്യൂ നമുക്ക് കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അതുപോലെ സീറോ ആവാം. ഇൻഡിക്കേറ്റിംഗ് ആൻ ഇൻക്രീസ്, ഡിക്രീസ് ഓർ നോ ചേഞ്ചസ് ഇൻ ദ ടോട്ടൽ. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്ത് ഇൻക്രീസും ഡിക്രീസും നോ ചേഞ്ച് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസ് ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസ് ആയിരിക്കും, സീറോ ആണെങ്കിൽ നോ ചേഞ്ചസ് ഇൻ ദ ടോട്ടൽ കോസ്റ്റ് ആയിരിക്കും. മിനിമം പ്രോബ്ലം ദ സൊല്യൂഷൻ ഈസ് മിനിമൈസ് പ്രോബ്ലം ആണെങ്കിൽ ദ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമൽ. സൊല്യൂഷൻ എന്തായിരിക്കും? ഒപ്റ്റിമൽ ആയിരിക്കും. ഇഫ് ദ നെറ്റ് കോൺട്രിബ്യൂട്ടേഴ്സ് ആർ ഐദർ സീറോ ഓർ പോസിറ്റീവ്. നെറ്റ് കോൺട്രിബ്യൂട്ടേഴ്സ് എന്താവാം? സീറോ ആവാം അല്ലെങ്കിൽ എന്താവാം? പോസിറ്റീവ് ആവാം.
In other terms, for developing an improved solution, വേറെ ടേമിൽ പറയുകയാണെങ്കിൽ ഇംപ്രൂവ്ഡ് സൊല്യൂഷൻ്റെ ബേസിൽ ഫസ്റ്റ് സെലക്ട് എ റൂട്ട് ടു ബി യൂട്ടിലൈസ്ഡ്. നമുക്ക് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഒന്നാമതായിട്ട് സെലക്ട് എ റൂട്ട് ടു ബി യൂട്ടിലൈസ്ഡ്. നമുക്ക് റൂട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. സെക്കൻഡ്, ഡിറ്റർമിൻ ദ ലാർജസ്റ്റ് എമൗണ്ട് ഇറ്റ് ഇസ് ടു ബി ഷിപ്പ്ഡ് ഓവർ ദ സെലക്റ്റഡ് റൂട്ട്. നമുക്ക് ലാർജസ്റ്റ് ആയിട്ടുള്ള എമൗണ്ടിനെ ഷിപ്പ്ഡ് ഓവർ ദ സെലക്റ്റഡ് റൂട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെയും ചെയ്യും, ക്ലോസ്ഡ് ലൂപ്പ് ചെയ്യും. തേർഡ്, ആഡ് ദ എമൗണ്ട് ഡിറ്റർമിൻഡ് ഇൻ സ്റ്റെപ്പ് 2 to the quantities with a plus sign and subtract to the quantities with a minus sign in the closed. അങ്ങനെയും ചെയ്യാം. നമുക്ക് ആഡ് സ്റ്റെപ്പ് 2-ൽ നമ്മളെ ക്വാണ്ടിറ്റീസിൻ്റെ കൂടെ പ്ലസ് സൈന് ആഡ് ചെയ്യും, മൈനസ് സൈന് സബ്ട്രാക്റ്റും ചെയ്തിട്ട് ക്ലോസ്ഡ് ചെയ്യാം. അങ്ങനെയും ചെയ്യും. അപ്പം ഈ 3 രീതിയിലും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡെവലപ്പിംഗ് ദ ഇംപ്രൂവ്ഡ് സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യാം. ഒന്ന് സെലക്ട് ചെയ്യുക, റൂട്ട് ടു ബി യൂട്ടിലൈസ് ചെയ്യാം. രണ്ടാമത്തത് ഡിറ്റർമിൻ ദ ലാർജസ്റ്റ് എമൗണ്ട് ടു ബി ഷിപ്പ്ഡ് ഓവർ ദ സെലക്റ്റഡ് റൂട്ട് ചെയ്യാം. മൂന്നാമത്തത് ആഡ് ദ എമൗണ്ട് ഡിറ്റർമിൻ ഇൻ സ്റ്റെപ്പ് 2 ടു ദി ക്വാണ്ടിറ്റീസ് വിത്ത് പ്ലസ് സൈൻ ആൻഡ് സബ്ട്രാക്ട് ഇറ്റ് ഫ്രം ദ ക്വാണ്ടിറ്റീസ് മൈനസ് സൈൻ ഈസ് ടു ബി ക്ലോസ്ഡ്. ഇങ്ങനെയും ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് സ്റ്റോൺ മെത്തേഡിൽ 7 സ്റ്റെപ്പാണുള്ളത്. സ്റ്റെപ്പ് സ്റ്റോൺ മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻട്രാക്റ്റീവ് ടെക്നിക് ഫോർ മൂവിങ് ഫ്രം ആൻ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ടു ആൻ ഒപ്റ്റിമം ഫീസിബിൾ സൊല്യൂഷൻ. സ്റ്റെപ്പ് 1, പ്രിപ്പയർ എ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ. Second, determine an initial feasible solution by using NWCR, LCM and VAW. Third, make sure that number of occupied cell is exactly equal to m plus n minus 1. Fourth, being with the unused cells to be evaluated, trace a path that form a closed loop using only used cell as corners. Fifth, assign a plus sign to be unused cell being evaluated and then alternatively assign a minus sign and plus sign on each of the remaining corners of the loop. Sixth, calculate net contribution of unused cell by adding the per unit cost of all cells containing plus sign and subtracting the per unit cost of containing cells containing minus sign. Net contributors value may be either positive, negative or 0, indicating an increase, decrease, no changes in the total cost. Minimization problem, the solution is optimum if it net contributors either positive or 0. In other terms, developing an improved solution. First, select a route to be utilized. Second, determine the largest amount to be shipped over the selected route. Third, add the amount determined in step 2 to the quantities with a positive sign and subtract it from the quantities with the minus sign in the closed. Okay. First question. Solve the following problem by using NWCM and test it. Optimality by സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡ്. നമ്മളോട് പ്രോബ്ലം NWCM പ്രകാരം സോൾവ് ചെയ്യാൻ പറയാണ്, കൂടാതെ ടെസ്റ്റ് ചെയ്യാൻ പറയാണ് ഒപ്റ്റിമാലിറ്റി ബൈ സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡിലൂടെ ഒപ്റ്റിമാലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം ടെസ്റ്റ് ചെയ്യാൻ പറയാണ്. ഷിപ്പിംഗ് കോസ്റ്റ് ടു PQR, പ്ലാന്റ് കപ്പാസിറ്റി ഫ്രം സോഴ്സ് ABC റിക്വയർമെന്റ്സ്. സോ പിയുടെ കോസ്റ്റാണ് വായിക്കുന്നത് 468, Q 82416, R 81624. Plant capacity means supply. 568277. Requirements means demand 7P 72, Q 102, R 41. So total supply or plant capacity and total requirements or demand is equal to 250. So solution of NWCM ഒരൊറ്റ ടേബിളിലൂടെ നമ്മളത് സോൾവ് ചെയ്യാണ്. ഫ്രം 2 ഉണ്ട്, ABC PQR അലോക്കേഷൻ ടേബിൾ 1 മതി, കാരണം ഒറ്റ ടേബിളിലൂടെ സോൾവ് ചെയ്യാണ്. പ്ലാന്റ് കപ്പാസിറ്റി ഓർ സപ്ലൈ, റിക്വയർമെന്റ്സ് ഓർ ഡിമാൻഡ്. അപ്പം നമുക്ക് പിയിലെ ഡീറ്റെയിൽസ് എഴുതാം. 4168, Q കോളം 82416, R 81624. Supply or plant capacity 568277. Requirement P
72, Q102, R41, total plant capacity and requirement is equal to 215. അപ്പം നമുക്ക് ആദ്യം എടുക്കാം NWCM ആണ്, രണ്ടിലെ മിനിമം എടുക്കാം അല്ലേ. രണ്ടിലെ മിനിമം എന്ന് പറയുന്നത് 72, പി എന്ന് പറയുന്ന കുളത്തിലെ മിനിമം പി എന്ന് പറയുന്ന കുളത്തിലെ ഡിമാൻഡ് 72 ആണ്. എ എന്ന് പറയുന്ന റോയിലെ സപ്ലൈ 56 ആണ്. അപ്പോൾ 56ഉം 72 എടുക്കാം. അപ്പം അതിനകത്ത് കുറവേതാ 56. അപ്പോൾ 56 നമ്മൾ ഫസ്റ്റ് സെല്ലിൽ അലോട്ട് ചെയ്യും. AP എന്ന് പറയുന്ന സെല്ലിൽ അലോട്ട് ചെയ്യും 56 അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ് കപ്പാസിറ്റി എ ഇനി ഉണ്ടാവുമോ? ഇല്ല, 56 സപ്ലൈയും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ എ എന്ന് പറയുന്ന റോ ക്യാൻസൽ ആവും. ഇനി എന്തൊക്കെ ബാക്കി ഉണ്ടാവും? ബി സി എന്ന് പറയുന്ന റോ ബാക്കി ഉണ്ടാവും. PQR എന്ന് പറയുന്ന കോളം ബാക്കി ഉണ്ടാവും. നെക്സ്റ്റ് 72-ൽ നമ്മൾ 56 കൊടുത്ത് 72-ൽ 56 കൊടുത്തു കഴിഞ്ഞാൽ പി എന്ന് പറയുന്ന കോളത്തിൽ ഇനി എത്ര ബാക്കിയുണ്ട്? 16 ബാക്കിയുള്ളൂ. അപ്പോൾ അടുത്തത് എന്താണ്? 16ഉം നെക്സ്റ്റ് ബി എന്ന് പറയുന്ന റോല 82ഉം കൂടി, ബി എന്ന് പറയുന്ന റോല സപ്ലൈ 82ഉം പി എന്ന് പറയുന്ന കോളത്തിലെ സപ്ലൈ ഡിമാൻഡ് എത്രയോ ഉള്ളത്? 16 ആളൂ. കാരണം 72ന്ന് 56 കൊടുത്തപ്പോൾ 16ഉം 82 മാച്ച് ആക്കി നോക്കൂ. അപ്പോൾ അതിനകത്ത് കുറവേതാ? 16. അപ്പം നമ്മൾ 16 അലോട്ട് ചെയ്യും. ഏത് തന്നെ? പി എന്ന് പറയുന്ന കോളത്തിൽ പി എന്ന് പറയുന്ന കോളത്തിൽ 16 റൗണ്ട് ചെയ്യും. അപ്പോൾ 16 കൊടുത്തു കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്തില്ല? പി എന്ന് പറയുന്ന കോളം തീർന്ന് 72ഉം കൊടുത്തു കഴിഞ്ഞു. പി കോളം ഡിലീറ്റ് ആവും. ഇനി QR എന്ന് പറയുന്ന 2 കോളം, BC എന്ന് പറയുന്ന 2 റോ ഉണ്ടാവും. അടുത്ത നോക്കുക, ക്യൂയുടെ റിക്വയർമെന്റ്സ് നോക്കുക. ക്യൂയുടെ റിക്വയർമെന്റ്സ് 102 ആണ്. ഇനി പ്ലാന്റ് കപ്പാസിറ്റിയിൽ 16 എടുത്തു അല്ലേ. 82-ൽ നമ്മൾ എന്ത് കൊടുത്തു? 16 എടുത്തു കൊടുത്തു. 82-ന്ന് 16 എടുത്തു കൊടുത്താൽ ബാക്കി എത്ര ഉണ്ടാവും? 82-ന്ന് നമ്മൾ 16 എടുത്തു കൊടുത്തു. അപ്പോൾ അവിടുന്ന് എന്തുണ്ടാവും? നമുക്ക് 66 ബാക്കി ഉണ്ടാവും. 66 ബാക്കി ഉണ്ടാവും. 82-ന്ന് 16 എടുത്തു കൊടുത്തപ്പോൾ 62. ബി എന്ന് പറയുന്ന റോലെ സപ്ലൈ 82 ബാക്കി ഉണ്ടാവില്ല, 66 ബാക്കി ഉണ്ടാവുള്ളൂ. കാരണം 82-ന്ന് 16 എടുത്തു കൊടുത്ത് 66 ബാക്കി ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബി സി എന്ന് പറയുന്ന 2 റോയും QR എന്ന് പറയുന്ന 2 കോളംസേ ബാക്കി ഉണ്ടാവുള്ളൂ. ബാക്കി ഡിലീറ്റ് ആയി. അപ്പോൾ ബി എന്ന് പറയുന്ന റോയില് ക്യൂ എന്ന് പറയുന്ന കോളത്തിൽ 102 ഉണ്ടാവണം ഡിമാൻഡ്. പക്ഷേ ബി എന്ന് പറയുന്ന റോയില് സപ്ലൈ എത്രയേ ഉള്ളൂ? 66 ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യം എന്തെടുത്ത് കൊടുക്കും? ബി എന്ന് പറയുന്ന റോയില് 66 എടുത്ത് കൊടുക്കും. എങ്ങനെയാ 66 വന്നത് മനസ്സിലായില്ലേ? 82-ന്ന് 16 ആർക്ക് കൊടുത്ത്? പി എന്ന് പറയുന്ന കോളത്തിൽ കൊടുത്ത്. അപ്പം ബാക്കി എത്രയേ ഉള്ളൂ? 66. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 82-ന്ന് 66 എടുത്തിട്ട് സപ്ലൈ ആർക്ക് കൊടുക്കും? ഈ BQ എന്ന് പറയുന്ന സെല്ലിൽ കൊടുക്കും. 66 കൊടുക്കും. 10 കൊടുത്തുകൊണ്ട് കഴിഞ്ഞോ? ഇല്ല. 102 ഉള്ളത്. 102-ൽ 66 കൊടുത്തപ്പോൾ ബാക്കി 36 ഉണ്ട്. ബാക്കി 36 അടുത്ത അലൊക്കേഷൻ ടാബിൾ നമ്മൾ ഒന്നിച്ച് വരക്കാണ്. 36 ബാക്കിയുണ്ട്. അപ്പോൾ 66 കൊടുത്തപ്പോൾ ബി എന്ന് പറയുന്ന കോളത്തിൽ ഇനി എന്തും കൊണ്ടോ? 82-ന്ന് ആദ്യം 16 BP എന്ന് പറയുന്ന സെല്ലിന് കൊടുത്ത്, ഇപ്പം ബാക്കിയുള്ള 66 BQ എന്ന് പറയുന്ന സെല്ലിന് കൊടുത്ത്. ഇനി ബി എന്ന് പറയുന്ന റോ ഇല്ല. ഇപ്പം ഏതൊക്കെയാ റോ ബാക്കിയുള്ളത്? സി എന്ന് പറയുന്ന ഒറ്റ റോ ഉണ്ട്, QR എന്ന് പറയുന്ന 2 കോളവും ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്തത് എന്താണ്? സി എന്ന് പറയുന്ന റോല്, കാരണം നമുക്ക് ക്യൂ എന്ന് പറയുന്ന കോളത്തിൽ 36 ഇനിയും ഡിമാൻഡ് കൊടുക്കാറുണ്ട്. ഇനി ആകെ ഒറ്റ റോയേ ഉള്ളൂ, അത് 76. അപ്പോൾ 76 എന്ന് പറയുന്ന റോയിൽ നിന്ന് 36 നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് അടുത്തൊരു സെല്ല് ഉണ്ടാക്കാം. CQ എന്ന് പറയുന്ന സെല്ല്. CQ സെല്ലിൽ 36 അലോട്ട് ചെയ്ത്, കാരണം 102-ൽ 66 കൊടുത്തിട്ടുള്ളൂ, 36 ബാക്കിയുണ്ട്. ആ 36 എവിടെ നിന്ന് എടുത്തതാണ്? സി എന്ന് പറയുന്ന റോല് 77 എന്നുള്ള സപ്ലൈ എന്ന് എടുത്താണ്. അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ 102 കഴിഞ്ഞപ്പോൾ ക്യൂ എന്ന് പറയുന്ന കോളം ക്യാൻസലായി. ഇനി ഒറ്റ കോളേ ഉള്ളൂ. R എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്, സി എന്ന് പറയുന്ന ഒരു റോ ഉണ്ട്. അപ്പോൾ അവസാനം നമുക്ക് നോക്കാം. സി എന്ന് പറയുന്ന റോയിൽ എത്ര ബാക്കിയുണ്ട്? 41 ബാക്കിയുണ്ട്. കാരണം 77-ൽ 36 ആർക്ക് കൊടുത്ത്? 36 CQ എന്ന് പറയുന്ന സെല്ലിന് കൊടുത്തു. ഇനിയിപ്പോൾ സി എന്ന് പറയുന്ന റോയില് പ്ലാന്റ് കപ്പാസിറ്റി 41 ബാക്കിയുള്ളൂ. ഇനി നമുക്ക് നോക്കാം. R എന്ന് പറയുന്ന ഒറ്റ കോളേ നമുക്ക് ബാക്കിയുള്ളൂ. R എന്ന് പറയുന്ന കോളത്തിലെ ഡിമാൻഡ് എത്രയാണ്? 41 ആണ്. ആ 41 ഡിമാൻഡ് ഉണ്ട്, 41 കപ്പാസിറ്റി ഉണ്ട്. സോ നമുക്കവിടെ CR എന്ന് പറയുന്ന സെല്ലിൽ 41 റൗണ്ട് ചെയ്യാം. അപ്പോൾ ഡിമാൻഡ് 0 ആയി, സപ്ലൈയും 0 ആയി. അപ്പോൾ നമുക്ക് ടേബിൾ ഓവറായി. നിങ്ങളിങ്ങനെ ടേബിൾ ചെയ്യുന്നതിന് പകരം
ഓരോ അലോക്കേഷൻ ടേബിൾ വേണമെങ്കിൽ വരച്ചോളൂ. എക്സാമിനും വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വരക്കണമെന്നേ ഉള്ളൂ. ഇങ്ങനെ ഒന്നിച്ച് വരക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മനസ്സിലാവുന്ന വെച്ച് വരച്ച് കൺഫ്യൂഷൻ ഉള്ള കുട്ടികൾ പെട്ടെന്ന് വേഗം അലോക്കേഷൻ ടേബിൾ വരക്കണം എന്നുള്ളൂ കേട്ടോ. സോ അങ്ങനെ കൺഫ്യൂഷൻ്റെ അങ്ങനെ ചെയ്താൽ മതി. സോ ദ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് സെൽസ് m+n-1. അടുത്ത സ്റ്റെപ്പ് ഒക്യുപ്പൈഡ് സെല്ല് കറക്റ്റ് ആണോ നോക്കാണ്. സോ ഒക്യുപ്പൈഡ് സെല്ല് എന്ന് പറയുന്നത് എന്താ, 3+3, 3 കോളോ 3 റോ ഉണ്ട്. 3+3 -1 = 5 കിട്ടും. സോ ഇറ്റ്സ് എക്സിസ്റ്റ് ഓഫ് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ആണ്, പോസിറ്റീവ് ആണ് കിട്ടുന്നത്. ഇനീഷ്യൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അപ്പം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. 4 × 56 + 16 × 16 + 24 × 66 + 16 × 36 + 24 × 41. നമ്മളത് ആഡ് ചെയ്ത് 3624, 3624 നമുക്ക് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഫീസ് ടെസ്റ്റ് ഒപ്റ്റിമാലിറ്റി ഇത്രയും കിട്ടി. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താ, ടെസ്റ്റ് ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ആണ് നടത്തേണ്ടത്. ടെസ്റ്റ് ഒപ്റ്റിമാലിറ്റി ബൈ യൂസിങ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡ്. ഏത് പ്രകാരം, സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡ് പ്രകാരം ടെസ്റ്റ് ഒപ്റ്റിമാലിറ്റി ചെയ്യും. അതിന് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ട്രേസ് എ ക്ലോസ്ഡ് ലൂപ്പ് ഓർ പാത്ത് ഫോർ ഈച്ച് അൺയൂസ്ഡ് സ്ക്വയർ. ഓരോ അൺയൂസ്ഡ് സ്ക്വയറിലും ക്ലോസ്ഡ് ലൂപ്സ് അല്ലെങ്കിൽ പാത്ത് ട്രേസ് ചെയ്യണം. ഡിറ്റർമിൻ ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഈച്ച് അൺയൂസ്ഡ് സ്ക്വയർ. ഓരോ അൺയൂസ്ഡ് സ്ക്വയറിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും അതുപോലെ തന്നെ ഓരോ അൺയൂസ്ഡ് സ്ക്വയറിനെ വെച്ചിട്ട് നമ്മൾ ട്രേസ് ചെയ്യണം. രണ്ടാമത് എന്തായിരുന്നു, അസൈൻ പോസിറ്റീവ് ഓർ നെഗറ്റീവ് സൈൻ ആൾട്ടർനേറ്റീവ്ലി അറ്റ് ഈച്ച് കോർണർ സ്ക്വയർ ഓഫ് ക്ലോസ്ഡ് പാത്തിൻ്റെ അടുത്ത് പോസിറ്റീവും നെഗറ്റീവും നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം ക്ലോസ്ഡ് ലൂപ്പ് നമ്മൾ അസൈൻ ചെയ്യും. ടേബിൾ 2 ക്ലോസ്ഡ് ലൂപ്പ് എന്തായിരുന്നു, PQR എന്ന് പറയുന്ന 3 കോളം, ABC എന്ന് പറയുന്ന 3 റോ, കൂടാതെ പ്ലാന്റ് കപ്പാസിറ്റി ആയ സപ്ലൈയും റിക്വയർമെന്റ്സ് ആയിട്ടുള്ള ഡിമാൻഡും. അപ്പോൾ Pയിൽ 4, 6, 8, Qയിൽ 8, 24, 16, Rയിൽ 8, 16, 24, കപ്പാസിറ്റി 56, 82, 77, റിക്വയർമെന്റ്സ് 72, 102, 41, 215 എന്നുള്ള നമ്മൾ ആദ്യം ടേബിൾ മാർക്ക് ചെയ്തു, ABCയും കൊടുത്തു. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി എൻ്റർ ചെയ്ത റൗണ്ട് ചെയ്ത ഫാക്ടർ അങ്ങനെ തന്നെ എഴുതുക. AP എന്ന് പറയുന്ന സെല്ലിൽ 56, BP എന്ന് പറയുന്ന സെല്ലിൽ 16, BQ എന്ന് പറയുന്ന സെല്ലിൽ 66, CQ എന്ന് പറയുന്ന സെല്ലിൽ 36, CR എന്ന് പറയുന്ന സെല്ലിൽ 41 നമ്മൾ എന്ത് ചെയ്ത് റൗണ്ട് ചെയ്ത്. അതിൻ്റെ ബേസിൽ നമുക്ക് കിട്ടുന്ന ഒരു എളുപ്പത്തിൽ കിട്ടുന്ന ഒരു പാത്ത് നമ്മൾ ചെയ്തു. എങ്ങനെയാണ് പാത്ത് ചെയ്തത്, ഫസ്റ്റ് 56 66 കുറവല്ലേ വാല്യൂ, 56 66 താഴോട്ട് ഒരു ആരോ വരക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അതിൻ്റെ അകത്തുനിന്ന് കുറവാണ് വരുന്നത് അല്ലേ. 56 66 കുറവ്, മൈനസ് ചെയ്യാണ്, കുറഞ്ഞു വരികയാണ്. അപ്പോൾ അവിടെ മൈനസ് സിമ്പിൾ കൊടുത്തു. നെക്സ്റ്റ് 16 66 ഒരു ഏരോ, നമുക്കൊരു ആക്ച്വലി ലൂപ്പാണ്, ലൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ലൂപ്പ് എന്ന് പറയുന്ന ഒരു സ്ക്വയർ ബോക്സ് ആണ് വേണ്ടത്. അപ്പോൾ 16 66 വന്ന് അപ്പോൾ അവിടെ എന്താ കൂടാണ് 16 66 വന്ന് അപ്പോൾ പ്ലസ് അതിന് കൊടുത്ത് അവിടെ ചെറുങ്ങൻ, എന്നിട്ട് ഒരു ഏരോ ഇട്ട് കൊടുത്ത് 66. ഇനി 66 നിന്ന് മേലോട്ടേക്ക് വരികയാണ്. 66 നിന്ന് മേലോട്ടേക്ക് വരുമ്പോൾ താഴോട്ട് വരുമ്പോൾ മൈനസും, നേരെ പോകുമ്പോൾ പ്ലസ്സും, മേലോട്ട് പോകുമ്പോൾ പ്ലസ്സും, ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ മൈനസും വരും. സോ 60 നിന്ന് 66 പോകുമ്പോൾ നമ്മൾ പ്ലസ് ഇട്ട് കൊടുത്ത്. ഇനി 66 മേലോട്ട് പോകുമ്പോൾ അവിടെയും എന്താണ് പ്ലസ് സൈൻ കാണിച്ചു. അവിടെ സിമ്പിളൊന്നുമില്ല, അതുകൊണ്ട് വെറുതെ അവിടെ റൗണ്ട് ചെയ്യാനൊന്നുമില്ലല്ലോ, അപ്പോൾ അവിടെ പ്ലസ് സൈൻ കൊടുത്തു. ഇനി അവിടുന്ന് നേരെ തിരിച്ച് 66 നിന്ന് 56 വരിക എന്ന് പറഞ്ഞാൽ പിന്നെയും 66 നിന്ന് 56 വന്ന് കുറഞ്ഞു എന്ന് പറയുമ്പോൾ പിന്നെയും അങ്ങോട്ടേക്ക് കയറിയിട്ട് അവിടെ മൈനസ്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ലൂപ്പ് കിട്ടി. ആദ്യം നമ്മുടെ പരിപാടി എന്തായിരുന്നു, ലൂപ്പ് അല്ലെങ്കിൽ ഒരു പാത്ത് ഉണ്ടാക്കുക. പാത്ത് കിട്ടി 50 ഒരേ ഇങ്ങനെ 3 അടുത്തടുത്തുള്ളത് കൊണ്ടാണ് നമുക്ക് അവിടെ പാത്ത് വരക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലേക്ക് പാത്ത് വരക്കേണ്ടിയായിരുന്നു. ഇപ്പോൾ 56 നിന്ന് 60 വരുമ്പോൾ കുറയുമ്പോൾ അവിടെ മൈനസ് ഇട്ട് 16 നിന്ന് 60 പോകുമ്പോൾ ആഡ് ചെയ്ത് ദെൻ 66 മുകളിലോട്ട് പോകുമ്പോൾ അവിടെയും പ്ലസ് സൈൻ കൊടുത്ത്, കാരണം അവിടെ സിമ്പിളൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറും പ്ലസ് സൈൻ കൊടുത്ത്. ഇതിന് തിരിച്ച് 66 56 പോകുമ്പോൾ മൈനസ് ചെയ്തു, അവിടെ ഓൾറെഡി മൈനസ് ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ക്ലോസ്ഡ് ലൂപ്പ് നമ്മൾ ഫസ്റ്റ് ക്ലോസ്ഡ് ലൂപ്പ് കൊടുത്ത്, അടുത്ത എന്തായിരുന്നു നമ്മളെ സ്റ്റെപ്പ് അങ്ങനെ തന്നെ എഴുതാം. ബീയിങ് വിത്ത് പോസിറ്റീവ് സൈൻ അറ്റ് ദ അൺയൂസ്ഡ് സ്ക്വയർ മൂവ്മെന്റ് ഐദർ
ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ്. നമുക്ക് അൺയൂസ്ഡ് മൂവ്മെൻറ്റ് നമ്മളിപ്പോൾ ചെയ്തത് അതാണ്. അൺയൂസ്ഡ് മൂവ്മെൻറ്റ്സ് അവിടെ ആയിട്ടുള്ള സ്ക്വയർ പോസിറ്റീവ് സൈൻ ചെയ്ത് ക്ലോക്ക് വൈസിൽ അതുപോലെ തന്നെ എന്തിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ കൺസെപ്റ്റ് നമ്മൾ ചെയ്ത അടുത്ത പരിപാടി എന്താ? വി വിൽ ഗെറ്റ് എ നെറ്റ് റിസൾട്ട് വിത്ത് വിച്ച് ഷോസ് ഇംപ്രൂവ്മെന്റ് ഇൻഡെക്സ്. നമ്മൾ ഗെറ്റ് നെറ്റ് റിസൾട്ട് ചെയ്യാണ് വിച്ച് ഷോസ് ഇംപ്രൂവ്മെന്റ് ഇൻഡെക്സിൽ. ഫിഫ്ത്ത്, ആൻ ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ ഈസ് ദാറ്റ് ദർ ഷുഡ് ബി എക്സാക്ട്ലി വൺ സെൽ. നമുക്ക് പ്രധാനമായിട്ടും എക്സാക്ട്ലി വൺ സെൽ ചെയ്യാണ് വിത്ത് പോസിറ്റീവ് സൈൻ ആൻഡ് വൺ സൈൻ വിത്ത് നെഗറ്റീവ് സൈൻ ഇൻ റോ ഓർ കോളം ഇൻ വിച്ച് ലൂപ്പ് ടേക്സ് ദ ടേൺ. It ensures that rim requirements is not violated when units are shifted among the cells. അപ്പോൾ ഓരോന്നും പറഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും സൈനുമാണ് കോളത്തിൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അറ്റ്ലീസ്റ്റ് 4 cells മസ്റ്റ് ബി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ക്ലോസ്ഡ് ലൂപ്പ്. 4 സൈൻ ഉണ്ടെങ്കിൽ അതൊരു ക്ലോസ്ഡ് ലൂപ്പ് ആക്കിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അടുത്തത് വരുന്നത് the occupied cell. occupied ആണ്. The occupied cells can be considered only once and not more ആണ്. Eighth, closed loops may or may not be rectangle shape. Closed loop may or may not be rectangle shape ആവാം. Sometimes it may cross on the base of closed loops shown above. Opportunity cost of unused square. unused squareന്റെ opportunity cost ഉപയോഗിക്കാത്ത ഇതിൻ്റെ സ്ക്വയറിൻ്റെ അതിനകത്ത് നമ്മൾ ഒരു ലൂപ്പ് വരച്ചപ്പോൾ ഒരു ലൂപ്പിൽ ഒന്ന് മാത്രം അൺയൂസ്ഡ് ആയിരുന്നു. ഏത്? എ ക്യൂ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ വെറുതെ പ്ലസ് സൈന് കൊടുത്തതാണ്. അപ്പോൾ എ ക്യൂ എന്ന് പറയുന്ന അൺയൂസ്ഡ് ഇതിൻ്റെ 8 - 4 + 16 - 24 അല്ലേ? സോ ഈസ് ഈക്വൽ ടു -4 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അപ്പം നമുക്ക് അടുത്ത് എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് ടാബിളിൽ ക്ലോസ് ലൂപ്പ് ഓഫ് അൺഓക്യുപ്പൈഡ് സെൽസ് ഓഫ് AR ആൻഡ് ഇംപ്രൂവ്മെന്റ് ഇൻഡെക്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലോസ്ഡ് ലൂപ്പ് ഓഫ് അൺഓക്യുപ്പൈഡ് സെല്ലാണ് AR ആവറേജ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഇൻഡെക്സ്. ടേബിൾ 3 ഇങ്ങനെ എടുക്കും. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? PQR എന്ന് പറയുന്ന കോളവും ABC എന്ന് പറയുന്ന റോവും പ്ലാന്റ് കപ്പാസിറ്റി റിക്വയർമെന്റ്സ് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ലൂപ്പ് നമ്മൾ നേരത്തെ വരച്ചതാണ്. 56 16 പോകുമ്പോൾ മൈനസ് വരും. അതിൽ നിന്ന് 16 പോകുമ്പോൾ മൈനസ് വരും. 6 പിന്നെയും തിരിച്ചു പോകുമ്പോൾ 56 പോകുമ്പോൾ മൈനസ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനെ കണക്ട് ചെയ്ത് മറ്റൊരു ലൂപ്പ് വരയ്ക്കണം. മറ്റൊരു ലൂപ്പ് വരയ്ക്കാൻ കാരണം ഓൾറെഡി ഫിഗർ അവിടെ ഉണ്ട്. 36 എന്ന് പറയുന്നത് റൗണ്ട് ചെയ്ത യൂസ്ഡ് സെല്ലുണ്ട്. 41 എന്ന് പറയുന്ന മറ്റൊരു യൂസ്ഡ് സെല്ലും കൂടിയുണ്ട്. അപ്പോൾ അതിനെ കണക്ട് ചെയ്തിട്ട് അടുത്തൊരു ലൂപ്പ് വരയ്ക്കാം. അതിനെ കണക്ട് ചെയ്തിട്ട് ആ ഏരോന്ന് താഴോട്ട് 16 66 പോയപ്പോൾ നമ്മൾ ഒരു ഏരോട്ട് ആ ഏരോന്ന് താഴോട്ട്. കാരണം 66 ഇനി അടുത്ത് എന്തിലേക്കാണ് പോകുന്നത്? 36 പോകുന്നത്. 66 എന്തിലേക്കാണ് പോകുന്നത്? 36 പോകുന്നത്. അപ്പോൾ കുറയാണ് ചെയ്യുന്നത്. കുറയുമ്പോൾ അവിടെ എന്ത് ചെയ്യും? 66 അടുത്ത് മൈനസ് ഇട്ട് 36 പോകും. ഇനി 36 എന്തിലേക്ക് പോകുന്നത്? 41 എന്ന് പറയുന്ന ഫിഗറിലേക്ക് പോകുന്നു. അപ്പോൾ 36 41 ഒരു ലൂപ്പ് വരക്കാന്ന് അവിടെ റൗണ്ട് ചെയ്തതിന്റെ ബേസിലാണ് ലൂപ്പ് വരക്കുന്നത്, അതുകൊണ്ട് വെറുതെ വരക്കുന്നില്ല. അപ്പോൾ 36 റൗണ്ട് ചെയ്തിട്ടുണ്ട്, 41 അടുത്ത സെല്ലിൽ റൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 36 41 എന്ത് ചെയ്യും? ഒരു ഏരോ വരക്കും. 36 41 പോകാന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. 36 41 കൂടല്ലേ? അപ്പോൾ പ്ലസ് അതിന് 41 പോയി. ഇനി 41 നിന്ന് തിരിച്ച് എന്ത് ചെയ്യണം? മുകളിലേക്ക് പോകണം. അപ്പോൾ 41 തിരിച്ച് മുകളിലേക്ക് പോകാന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നുമില്ല. അപ്പോൾ 41 തിരിച്ചു പോകുമ്പോൾ 41 തിരിച്ചു പോകുമ്പോൾ അവിടെ മൈനസ് അല്ലേ പോകേണ്ടത്? മുകളിലോട്ട് പോവല്ലേ? മുകളിലോട്ട് പോകാന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. അപ്പോൾ മൈനസ് 41 മാർക്ക് ചെയ്യുക. ഇനി നേരെ മുകളിലോട്ട് പോകണം. മുകളിലോട്ട് പോകാന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടോ? അവിടെ അൺയൂസ്ഡ് സെല്ലല്ലേ? AR എന്ന് പറയുന്ന സെല്ലിൽ ഒരു പ്ലസ് മാർക്ക് ചെയ്ത് കണ്ടോ? അവിടെ അൺയൂസ്ഡ് സെല്ലാണ്. അപ്പോൾ അവിടെ റൗണ്ട് ചെയ്യാൻ ഒന്നുമില്ല, അവിടെ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ വെറുതെ ഒരു പ്ലസ് ഇട്ട് കൊടുക്കുക. മുകളിലോട്ട് പോകാന്ന് പറഞ്ഞ അർത്ഥം പ്ലസ് ആണ്. ഇനി അവിടുന്ന് തിരിച്ച് നമ്മൾ എന്തിലേക്ക് തന്നെ പോകും? 56 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു യൂസ്ഡ് സെല്ലിലേക്ക് 56 തന്നെ പോകും. അപ്പോൾ മനസ്സിലായോ? 56 16 ഓൾറെഡി പോയി, 60 66 ഓൾറെഡി പോയി. ഇനി അതിനകത്തുനിന്ന് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഒരു ലൂപ്പും കൂടി വരക്കും. 66 അടുത്ത റൗണ്ട് ചെയ്ത സെല്ലിലേക്ക് പോകും. 66 36 പോകും. 66 36 പോകാന്ന് പറഞ്ഞാൽ കുറയാണ് ചെയ്യുക. അപ്പോൾ അവിടെ മൈനസ് ചെയ്യും.
ഇനി 36 അടുത്ത ഒരു സെല്ലിലേക്ക് പോകും. റൗണ്ട് ചെയ്തോ, യൂസ്ഡ് സെല്ല് 41 ഉണ്ടായിരുന്നു. അപ്പോൾ 36 41 പോകുമ്പോൾ പ്ലസ് സൈന് മാർക്ക് ചെയ്യും. ഇനി 41 മുകളിലേക്ക് പോകണം, കാരണം അത് റെക്ടാങ്കിൾ ഷേപ്പിലാക്കണം ഏകദേശം. അപ്പോൾ 41 പോകുമ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ അവിടെ യൂസ്ഡ് സെല്ലില്ല, അൺയൂസ്ഡ് സെല്ലുണ്ട്, അവിടെ പ്ലസ് ഇട്ട് കൊടുക്കാം. ഇനി തിരിച്ച് അവിടെ നിന്ന് പ്ലസ് നിന്ന് തിരിച്ച് 56 തിരിച്ച് ഒരു ഏരോ ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞത്. പ്ലസ് സൈന് മൈനസ് സൈനും ഏതിനിടണം എന്ന് പറഞ്ഞാൽ അൺയൂസ്ഡ് സെല്ലിന് ഇട്ടിട്ട് ക്ലോസ് ചെയ്യണം എന്ന് പറയുന്നത്. ക്ലോക്ക് വൈസിലോ ആൻറ്റി ക്ലോക്ക് വൈസിലോ നമുക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇംപ്രൂവ്മെന്റ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്ത്, ഇനി ഇംപ്രൂവ്മെന്റ് ഇൻഡെക്സിനും നമ്മൾ പ്ലസ് സൈനും മൈനസ് സൈനും ചെയ്ത് കൊടുത്ത്. ഇനി അടുത്തത് എന്താണ്, നമ്മൾ ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ക്ലോസ്ഡ് ലൂപ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. ഇനി നമ്മൾ അതിൻ്റെ അടുത്ത ഘട്ടം പോകണം. ഇംപ്രൂവ്മെന്റ് സെൽ ഓഫ് എ ആർ എന്ന് പറയുന്ന സെല്ലിന്റെ പ്രത്യേകത എന്താ, ഈ ഒരു ലൂപ്പിലെ പ്രത്യേകത എന്താ, എ പി എന്ന് പറയുന്ന സെല്ല് 56 യൂട്ടിലൈസ് ചെയ്ത്, ബി പി എന്ന് പറയുന്ന സെല്ല് 16 റൗണ്ട് ചെയ്ത് അതും യൂട്ടിലൈസ് ചെയ്ത്. അടുത്ത നമ്മൾ ലൂപ്പ് വരച്ചത് ബി ക്യൂ എന്ന് പറയുന്ന സെല്ല് 66 ഉണ്ട്, അതും യൂട്ടിലൈസ് ചെയ്തതാണ്. ഇനി സി ക്യൂ എന്ന് പറയുന്ന മറ്റൊരു സെല്ലുണ്ട്, 36 റൗണ്ട് ചെയ്താണ്, അതും യൂട്ടിലൈസ് ചെയ്തതാണ്. മറ്റൊരു സെല്ല് നമ്മൾ യൂസ് ചെയ്തത് സി ആർ ആണ്, അതും യൂട്ടിലൈസ് ചെയ്തതാണ്. ഇവിടെ യൂട്ടിലൈസ് ചെയ്യാത്ത ഒരേ ഒരു സെല്ലേ ഉള്ളൂ, ഏതാണ് യൂട്ടിലൈസ് ചെയ്ത സെല്ല്? ഓൾറെഡി നേരത്തെ ഒരു യൂട്ടിലൈസ് ചെയ്യാത്ത സെല്ല് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, എ ക്യൂ. ഇപ്പോഴത്തെ ലൂപ്പിൽ ഇംപ്രൂവ്മെന്റ് ഇൻഡെക്സിൽ ഒരൊറ്റ സെല്ലേ മാത്രമേ യൂട്ടിലൈസ് ചെയ്യാത്തുള്ളൂ, ഏതാ, എ ആർ എന്ന് പറയുന്ന സെല്ല്. ആ സെല്ലിൽ ടീച്ചർ അവിടെ പ്ലസ് മാത്രം മാർക്ക് ചെയ്തിട്ടുണ്ട്, റൗണ്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് ഇവിടെ തന്നത്. സോ എ ആർ ഈസ് ഈക്വൽ ടു, എ ആറിന്റെ വാല്യൂ എത്രയാ, 8 മൈനസ് യൂട്ടിലൈസ് ചെയ്തത് അതിനകത്ത് നിന്ന് മൈനസ് ചെയ്യാം. 8 മൈനസ് 4 പ്ലസ് സൈനിന്റെ ബേസിലാണ്. ഇപ്പോൾ 56 എന്ന് പറയുന്ന ആ ഒരു റൗണ്ട് ചെയ്ത സെല്ലിൽ മൈനസ് അല്ലേ, അപ്പൊ അതിന്റെ കോസ്റ്റ് അതിനകത്ത് നിന്ന് മൈനസ് ചെയ്യാം. അടുത്ത വാല്യൂ ഏതാ, 16 ആണ്. കാരണം ബി പി എന്ന് പറയുന്ന സെല്ലിന്റെ വാല്യൂ 16 ആണ്, റൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 16 ആഡ് ചെയ്യാം. നെക്സ്റ്റ് അടുത്ത സെല്ല് നോക്കൂ, -66 ആണ് അവിടെ നോട്ട് ചെയ്തത്, അതിന്റെ കോസ്റ്റ് എത്രയായിരുന്നു, 24. സോ -24. അടുത്ത 36 പ്ലസ് ആണ് ചെയ്തത്, അതിന്റെ കോസ്റ്റ് +16. ഇനി അടുത്ത 41 എന്ന് പറയുന്ന നെക്സ്റ്റ് സെല്ലിൽ നെക്സ്റ്റ് റൗണ്ട് ചെയ്തിട്ടുണ്ട്, അവിടെ എന്താണ് യൂസ് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ വാല്യൂ 24 ആണ്. അങ്ങനെയാണ് മൈനസും പ്ലസും വരുന്നത്, കൺഫ്യൂഷൻ വരണ്ട. ഒന്നുകൂടി പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എ ആർ എന്ന് പറയുന്ന അൺയൂസ്ഡ് സെല്ലിന്റെ വാല്യൂ ആണ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ഇൻഡെക്സ് ആണ് കാണുന്നത്. എ ആർ എന്ന് പറയുന്ന സെല്ലിന്റെ കോസ്റ്റ് 8 ആണ്. 8 മൈനസ് എ പി എന്ന് പറയുന്ന സെല്ലിന്റെ വാല്യൂ 4 ആണ്, അത് മൈനസ് ആണ്, 56 മൈനസ് അല്ലേ, സോ -4. നെക്സ്റ്റ് ബി പി എന്ന് പറയുന്ന സെല്ല് 16 ആണ്, അത് പ്ലസ് ആണ്, സോ +16. നെക്സ്റ്റ് യൂസ്ഡ് സെല്ല് എന്ന് പറയുന്നത് ബി ക്യൂ ആണ്, അതിന് -66 ആയിരുന്നു റൗണ്ട് ചെയ്തത്, സോ വാല്യൂ 24, സോ -24. അടുത്ത സി ക്യൂ എന്ന് പറയുന്ന സെല്ലിലെ +36 ആണ് റൗണ്ട് ചെയ്തത്, അതിന്റെ വാല്യൂ 16 ആണ്, സോ +16. നെക്സ്റ്റ് സി ആർ ആണ്, അതിന്റെ വാല്യൂ എന്താണ്, -41 ആണ്, അതിന്റെ കോസ്റ്റ് -24 ആണ്. സോ അപ്പോൾ 8 - 4 + 16 - 24 + 16 - 24 ഈസ് ഈക്വൽ ടു -12. അപ്പൊ ഇംപ്രൂവ്ഡ് ഇൻഡെക്സ് ഓഫ് എ ആർ എത്ര വരിക, -12. ഇനി അടുത്തത് കഴിഞ്ഞില്ല, ക്ലോസ്ഡ് ലൂപ്പ് ഫോർ അൺഓക്യുപ്പൈഡ് സെൽ ഓഫ് ബി ആർ. അൺഓക്യുപ്പൈഡ് സെല്ലാണ് നമ്മളെ ബി ആർ എന്ന് പറയുന്ന ടാബിള്. ബി ആർ ഏതായിരുന്നു, BR. അപ്പൊ ആ BR എന്ന് പറയുന്ന നമ്മൾ നേരത്തെ ഓക്യുപ്പൈ ചെയ്യാത്ത ആ ഒരു സെല്ലിലെ ക്ലോസ്ഡ് ലൂപ്സ് ഓഫ് ഫോർ അൺഓക്യുപ്പൈഡ് സെല്ലാണ്. അപ്പോൾ നേരത്തെ BR എന്ന് പറയുന്ന ഇതിൽ അൺഓക്യുപ്പൈഡ് സെല്ല് നമ്മൾ ഒന്നും കൂടി മാറ്റി വരയ്ക്കുകയാണ്. ഒന്നുമില്ല, ടേബിൾ ഫോർ PQR കപ്പാസിറ്റി റിക്വയർമെന്റ്സ് ABC ഉണ്ട്, നമ്മൾ വാല്യൂ അങ്ങനെ തന്നെ എഴുതും. പി എന്ന് പറയുന്ന AP-യിൽ 56, BP-യിൽ 16, BQ-യിൽ 36, CQ 36, CR-ൽ 41. അപ്പോൾ നമുക്ക് ചെറിയൊരു ലൂപ്പ് ഉണ്ടാക്കാം. എന്തിനെ ബേസ് ചെയ്തിട്ട്, അൺഓക്യുപ്പൈഡ് സെല്ല് BR കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. BR എന്ന് പറയുന്ന അടുത്ത സെല്ല് നമ്മൾ ഓൾറെഡി നേരത്തെ AR എന്ന് പറയുന്ന സെല്ലായിരുന്നു അൺഓക്യുപ്പൈഡ് സെല്ലായിട്ട് എടുത്തത്. ഇനി നമ്മൾ നേരത്തെ ഒരു ബോക്സ് വരച്ചില്ലേ, ആ ബോക്സിൽ വരാത്ത ഒരു സെല്ല് അൺഓക്യുപ്പൈഡ് സെല്ല് ഉണ്ടായിരുന്നു, ഏത്, BR. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്ന് ഒക്യുപ്പൈഡ് സെല്ലുണ്ട്. ഏതൊക്കെ, BQ-ൽ ഒക്യുപ്പൈഡ് ആണ്, 66 റൗണ്ട് ചെയ്തിട്ടുണ്ട്.
സി ക്യൂവിൽ ഓക്യുപ്പൈഡ് ആണ് 36 റൗണ്ട് ചെയ്തിട്ടുണ്ട്. സി ആറിൽ ഓക്യുപ്പൈഡ് ആണ് 41 റൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ ഒരു നമ്മൾ റെക്റ്റാങ്കിൾ വരക്കുമ്പോൾ ഒറ്റൊരു ബോക്സ് മാത്രം ഓക്യുപ്പൈ ചെയ്തിട്ടില്ല, BR. ആ BRന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ വരക്കുന്നത്. അതൊന്നും കൂടി വരച്ച് അവിടെ വെക്കാം. അപ്പം നമ്മൾ അവിടെ ഒരു ഓക്യുപ്പൈഡ് ബോക്സ് വരക്കാം, അല്ലെങ്കിൽ ഒരു ലൂപ്പ് വരക്കാം. എന്തൊക്കെ? BQ എന്ന് പറയുന്ന സെല്ലിൽ 66 ആണ്. അതിനകത്ത് താഴോട്ട് ഒരു ലൈൻ വരക്കുക 36. 66ൽ നിന്ന് 36 ആവാൻ തന്നെ കുറയാന്ന് അർത്ഥം. അപ്പം അവിടെ മൈനസ് മാർക്ക് ചെയ്യുക. 66ന്റെ അടുത്ത് മൈനസ് മാർക്ക് ചെയ്യുക. ഇനി അടുത്ത സെല്ലിലെ CQ എന്ന് പറയുന്ന സെല്ലിലെ വാല്യൂ 36 ആണ്. 36ൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് പോകുമ്പോൾ CR എന്ന് പറയുന്ന സെല്ലിലേക്ക് പോലും 41 ആയി, കൂടി. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? പ്ലസ് സൈൻ മാർക്ക് ചെയ്യണം. ഒരു ഏരോ ഇട്ട് കൊടുക്കുക 41. ഇനി 41 മേലോട്ടേക്ക് പോകണം. മേലോട്ടേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൈനസ് ആണ്. സോ 41ന്റെ അടുത്ത് മൈനസ് ചെയ്യാം. മേലോട്ടേക്ക് ഒരു ഏരോ ഇട്ട് കൊടുക്കുക. അവിടെ ലൂപ്പ് ഉണ്ടോ, സോറി യൂസ് ചെയ്ത സെല്ലുണ്ടോ? ഇല്ല, അൺയൂസ്ഡ് സെല്ലാണ്. BR എന്ന് പറയുന്നത് അൺയൂസ്ഡ് സെല്ലാണ്. അവിടെ മേലോട്ട് ഒരു ഏരോ ഇട്ടിട്ട് പ്ലസ് സൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരെ അവിടുന്ന് നേരെ ഒരു ഏരോ ഇട്ട് കൊടുക്കാം. സൈഡിലേക്ക് ഒരു ഏരോ ഇട്ട് കൊടുക്കുക. 66 റൗണ്ട് ചെയ്തെടുത്തേക്ക് ഒരു ഏരോ ഇട്ട് കൊടുക്കാം. ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലോസ്ഡ് ലൂപ്പ് ഫോർ അൺഓക്യുപ്പൈഡ് സെൽ ഓഫ് BR. BR എന്ന് പറയുന്ന സെല്ല് യൂസ് ചെയ്തിട്ടില്ല, ഓക്യുപ്പൈ ചെയ്തിട്ടില്ല. അപ്പോൾ ആ അൺഓക്യുപ്പൈഡ് സെല്ലിന്റെ ക്ലോസ്ഡ് ലൂപ്പ് നമ്മൾ വരച്ച്, എന്നിട്ട് ഇംപ്രൂവ്മെന്റ് ഇൻഡെക്സ് ഓഫ് BRന്റെ ഇൻഡെക്സ് നേരത്തെ കണ്ട പോലെ തന്നെ കാണും. BRന്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ BRന്റെ വാല്യൂ എത്രയായിരുന്നു? BR സെല്ലിന്റെ 16. ഇനി അടുത്ത ഇതിന്റെ ലൂപ്പ് വരച്ചത് ഏതാണ്? BQ എന്ന് പറയുന്ന സെല്ലിലാണ്. BQ എന്ന് പറയുന്ന സെല്ലിലെ വാല്യൂ എന്താ? മൈനസ് ആണ്. നോക്കൂ, നമ്മൾ 66 റൗണ്ട് ചെയ്ത ആ സെല്ലിലെ വാല്യൂ മൈനസ് ആണ്. അതിന്റെ വാല്യൂ എത്രയായിരുന്നു? 24. സോ 16 മൈനസ് 24. അടുത്ത സെല്ല് ഏതാ? CQ എന്ന് പറയുന്ന സെല്ലിലാണ് അടുത്ത നമ്മൾ ഏരോ വരച്ചത്. അപ്പൊ അവിടെ സൈൻ എന്തായിരുന്നു? പ്ലസ് ആണ്. പ്ലസ് ആദ്യയുടെ അതിന്റെ വാല്യൂ എത്രയാ? 36 റൗണ്ട് ചെയ്ത സെല്ലിലെ വാല്യൂ 16 ആണ്. പ്ലസ് 16 എഴുതി. ഇനി അടുത്ത സെല്ലിലേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ CR എന്ന് പറഞ്ഞ സെല്ലിന്റെ വാല്യൂ മൈനസ് ആണ്. സോ മൈനസ് ആദ്യം എഴുതി. അതിന്റെ വാല്യൂ എത്രയാ? 24. സോ അതിന്റെ വാല്യൂ എത്രയാ? 16 മൈനസ് 24. 16 മൈനസ് 24 പ്ലസ് 16 മൈനസ് 24 ഈസ് ഈക്വൽ ടു മൈനസ് 16. അപ്പൊ നമുക്ക് ഇംപ്രൂവ്മെന്റ് സെല്ല് BRന്റെ വാല്യൂ എത്ര കിട്ടി? മൈനസ് 16 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. എങ്ങനെയാ കിട്ടിയത്? സോ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് എന്താണ്? അൺയൂസ്ഡ് സെല്ലായ 16ന്റെ അകത്തുനിന്ന് മൈനസ് 24 എടുത്ത് പ്ലസ് 16 എടുത്ത് നെക്സ്റ്റ് ലാസ്റ്റ് ഓക്യുപ്പൈഡ് സെല്ലിൽ മൈനസ് 24 എടുത്ത് ഈസ് ഈക്വൽ ടു മൈനസ് 16 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടി. മൈനസ് 16 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. അടുത്തത് എന്താണ്? ടേബിൾ 5 ആണ്. ടേബിൾ 5ൽ എന്ത് ചെയ്യണം? ക്ലോസ്ഡ് ലൂപ്പ് അൺഓക്യുപ്പൈഡ് സെൽ CP എടുക്കണം. ക്ലോസ്ഡ് ലൂപ്പ് അൺഓക്യുപ്പൈഡ് സെല്ലിൽ CP എടുക്കണം. CP എടുത്തിട്ട് എന്ത് ചെയ്യണം? ബാക്കി കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് ലോഡാവാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, താങ്ക് യു. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ.